ദൈവം, കർത്താവ്, അപ്പ. ഇത് മൂന്നാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ. ദൈവമേ, കർത്താവേ, അപ്പായേ. ഇത് മൂന്നും 3 വാക്കുകളാണ്. ഒരു വ്യക്തിയെ സംബോധന ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷെ ഇത് മൂന്നിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഇത് ഞാൻ പറഞ്ഞ യേശുവിനെ ആരാണെന്ന് അറിയുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വിടുതൽ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, പിന്നെ നമ്മളെ ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിനും ഒരു വിഷയത്തിനും നമ്മളെ ആശങ്കപ്പെടുത്താൻ സാധിക്കത്തില്ല, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധിക്കത്തില്ല, പ്രയാസപ്പെടുത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഈ നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് ആരാന്നാ പറയുന്നതെന്നാ ചോദിച്ചു. അപ്പൊ പല കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന ആൾ ഇന്നത് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ഏലിയാവ് എന്ന് പറയുന്നു, പ്രവാചകരിൽ ഒരുവൻ എന്ന് പറയുന്നു. പക്ഷെ അവിടെ അടുത്ത ചോദ്യം യേശു ചോദിക്കുന്നത്, അവര് പറയുന്നതെല്ലാം ഇരിക്കട്ടെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പൊ അവിടെയാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ യേശു പറഞ്ഞു, പത്രോസ്, ഇപ്പൊ നീ ഞാൻ ആരാണെന്ന് പറഞ്ഞു, ഇനി ഞാൻ നീ ആരാണെന്ന് പറയാം. എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, യേശുവിനെ നമ്മൾ ആരാണെന്ന് അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരായി തീരുമെന്നുള്ളത് യേശുവിന് തീരുമാനിക്കാൻ സാധിക്കുന്നത്. സോ ഇന്ന് ഈ 3 ടൈറ്റിലാണ്, ഈ ഒറ്റ ടൈറ്റിലാണ് ദൈവമേ, കർത്താവേ, അപ്പായേ. ഇത് മൂന്നും ഒരു വ്യക്തിക്ക് വിളിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി വ്യത്യാസങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഇന്നെൻ്റെ സന്ദേശം. ആദ്യത്തെ കാര്യം, എല്ലാവരും ദൈവമേ എന്ന് വിളിക്കുന്നതാണ്. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഒരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്. വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവന അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചേ, ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, നല്ല ഗുരുവേ. അപ്പൊ യേശു അതിന് മറുപടി പറയാണ്, ദൈവം ഒരുവൻ അല്ലാതെ വേറെ ആരും നല്ലവൻ അല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇദ്ദേഹം യേശുവിനെ അഭിസംബോധന ചെയ്തത്, വിളിച്ചത് ദൈവമേ എന്നാ വിളിച്ചത്, ദൈവമേ എന്നാ വിളിച്ചത്. ഇന്ന് നമ്മുടെ സന്ദേശം ഇതാണ്, ഞാൻ ദൈവത്തെ വിളിക്കുന്ന വിളിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മാറുവോ ഇല്ലയോ, അതാണ് ഇന്ന് നമ്മുടെ സന്ദേശം. ഞാൻ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന ആ പേരിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ അത് കാരണം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ ഇവിടെ യേശുവിനെ താൻ അഭിസംബോധന ചെയ്തത് ദൈവമേ, ഗുരുവേ എന്ന് വിളിച്ചു. അപ്പൊ യേശുവിനോട് ദൈവമേ, ഗുരുവേ എന്ന് വിളിച്ചപ്പം ദൈവം പറഞ്ഞു, ഭക്ത, കൽപ്പനകളെല്ലാം ഉണ്ട്, അതെല്ലാം എന്നാ ചെയ്താൽ മതി, അങ്ങ് അനുസരിച്ചോണ്ടാ മതി. അപ്പൊ ദൈവമേ എന്ന് വിളിച്ചാൽ അടുത്ത് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്നാന്ന് പറഞ്ഞാൽ, ഭക്താ, കൽപ്പനകളെല്ലാം അനുസരിക്കുക. അതാണ് അടുത്ത റെസ്പോൺസ് കിട്ടുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6:46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അടുത്തതാണ് കർത്താവേ എന്നുള്ള വിളി. അപ്പൊ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചാൽ ഇഷ്ടമാണോ? ഇഷ്ടം. പക്ഷേ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ഈ യേശു തിരിച്ച് അവരോട് പറയാ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ എന്നാ ചെയ്യണം? പ്രവർത്തിക്കണം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്ന മുഴുവൻ കാര്യവും നിങ്ങൾ എന്നാ ചെയ്തോണം?
പ്രവർത്തിച്ചോണം. സോ നമ്മൾ ഈ ഭൂമിയിൽ ഈ കർത്താവേ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ ലോഡ് എന്നാ പറയുന്നത്. ഈ ഭൂമി നമുക്ക് 2 സ്ഥലത്തെ ലോഡ് പദം നമ്മൾ ഉപയോഗിക്കാറുള്ളൂ എൻ്റെ അറിവിൽ. ഒന്ന് ലാൻഡ് ലോഡ് എന്ന് പറയും. ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഓണർ. അപ്പൊ വീടിൻ്റെ ഓണർ ടെനന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അവിടെ അഗ്രിമെന്റ് എഴുതുമ്പോൾ ദ ലാൻഡ് ലോഡ് ആൻഡ് ദ ടെനന്റ് അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കരാറുണ്ട്. ലാൻഡ് ലോഡും ടെനന്റും തമ്മിൽ ഒരു കരാറുണ്ട്. അപ്പൊ എവിടെ ലോഡ് വരുന്നോ അവിടെ എല്ലാം ഒരു കരാറുണ്ട്. അപ്പം ആ കരാറിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ എങ്ങനെ ആയിരിക്കും? ഞാൻ എൻ്റെ വീട് നിനക്ക് തന്നിരിക്കുകയാണ്, പക്ഷേ ഇത്ര രൂപ നീ വാടക ഇത്ര ദിവസത്തിനുള്ളിൽ എല്ലാ മാസവും ഈ തീയതിക്കുള്ളിൽ തരണം. എൻ്റെ വീട്ടിലെ ഇന്ന കാര്യങ്ങൾ നീ സുരക്ഷിതമായി നോക്കണം. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ വീട്ടിൽ വരാം, നോക്കാം. ഇങ്ങനെ കുറേ ക്ലോസസ് അതിനകത്തുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എവിടെയെല്ലാം ലോഡ് വരുന്നോ അവിടെ എല്ലാം ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ഒരു സ്ഥലമാണ് നമ്മൾ ഭൂമിയിൽ ലോഡ് എന്നുള്ള പദം നോക്കുന്ന സ്ഥലമാണ് കോടതി. കോടതിയിൽ നമ്മൾ പറയാറുണ്ട് മൈ ലോഡ്. അവിടെ ജഡ്ജായിട്ടിരിക്കുന്ന വ്യക്തിയാണ് മൈ ലോഡ് എന്ന് നമ്മൾ അപ്പീൽ ചെയ്യുന്നത്. അവിടെയും ഒരു കരാറാണ്. പറയേണ്ട വ്യക്തിക്ക് എന്ത് വേണേലും പറയാം, ജഡ്ജ് കേൾക്കും. അഥവാ ദ ലോഡ്, മൈ ലോഡ് കേൾക്കും. പക്ഷെ അത് കഴിഞ്ഞൊരു തീരുമാനം പറയും. തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുസരിച്ചേ പറ്റത്തുള്ളൂ ആ കേസിൽ പെട്ട വ്യക്തിക്ക്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എവിടെയെല്ലാം ലോഡ് വരുന്നോ അവിടെ എല്ലാം കരാറുണ്ട്. ദർ ഇസ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. ലോഡ് എന്ന് പറയുന്നിടത്തെല്ലാം ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പാണ്, കോൺട്രാക്ട് ഉണ്ട്. മൂന്നാമത് ഇപ്പൊ ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. മൂന്നാമത്തെ വാക്യം അത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളാണ് വായിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എങ്ങനെ വിളിക്കണമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ടിയ പുത്രത്വത്തിന്റെ ആത്മാവിനെ. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ എന്നാണ്. അഡോപ്ഷൻ എന്ന് വെച്ചാൽ എന്നെ ദത്തെടുത്തതാണ്. ആര് ദത്തെടുത്തു? ദൈവം എന്നെ ദത്തെടുത്തു. ആരായിട്ട് ദത്തെടുത്തു? മകനായിട്ടും മകളായിട്ടും ദത്തെടുത്തു. അപ്പം ഇത്രയും നേരം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പം തോന്നും എന്താ വലിയ വ്യത്യാസം, ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഇപ്പം ഞാൻ ചില നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ കാണിക്കാൻ പോവാം. നമ്മള് ദൈവത്തെ അറിഞ്ഞപ്പോൾ അവൻ ദൈവമാണ്. അവനെ സ്വീകരിച്ചപ്പോൾ അവൻ കർത്താവാണ്. പക്ഷെ വീണ്ടും ജനിച്ചപ്പോൾ അവൻ അപ്പനാണ്, ഞാൻ മകനാണ്. ഈ റിലേഷൻഷിപ്പിന് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിയാലും ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 30 30-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം 17-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കേണ്ടെന്ന ഓർത്ത് നമുക്ക് ഏതായാലും ഇപ്പോൾ ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 15, 16, 17. അവിടെ ദൈവമായ കർത്താവെന്ന തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് ഓർത്തോണേ, ചെയ്യേണ്ടതിന്, നിന്നെ ഞാൻ അനുഗ്രഹിക്കേണ്ടതിന്, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കേണ്ടതിന്, നിന്നെ ഞാൻ ഉയർത്തേണ്ടതിന്. അപ്പൊ അതിന്റെ അർത്ഥം എന്നതാ? കോൺട്രാക്റ്റ്. വായിക്കപ്പെടുന്നു ശ്രദ്ധിക്കുക. നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും നീ എന്നാ ചെയ്തോണം? നീ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണം. അവന്റെ വഴികളിൽ നടപ്പാനും നീ അവന്റെ വഴികളിൽ നടന്നോണം. അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും നീ പ്രവർത്തിച്ചോണം, പ്രമാണിച്ചോണം.
ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. അതേ അധ്യായത്തിന്റെ 19, 20 വാക്യങ്ങളും കൂടെ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അതേ 30-ാം അധ്യായത്തിന്റെ 19, 20 വാക്യങ്ങൾ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും എല്ലാം ഞാൻ നിന്റെ മുന്നിൽ വെച്ചിരിക്കുക. ഇതാരാ പറയുന്നതെന്ന് വെച്ചാൽ ദൈവമായ കർത്താവാ സംസാരിക്കുന്നത്. ദ ലോർഡ് യുവർ ഗോഡ് ആണ് സംസാരിക്കുന്നത്. എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. സാക്ഷി വെക്കുക, ആകാശവും ഭൂമിയും സാക്ഷി വെക്കുക. നിന്റെ മുന്നിൽ ഞാൻ ഇത് വെച്ചിരിക്കുക. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന്. കണ്ടോ, എഗൈൻ നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന്. എഗൈൻ കോൺട്രാക്ട്. നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന്. യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും. നീ നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം. അവന്റെ വാക്ക് കേട്ട് അനുസരിക്കണം. അവന്റെ വാക്ക് കേട്ട് നീ എന്നാ ചെയ്യണം? അനുസരിക്കണം. അനുസരിച്ചാൽ ഞാൻ ഈ പറഞ്ഞ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറ്റാം. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മൾ ഒത്തിരി വാക്യങ്ങൾ എടുക്കാം. ഞാൻ ഒത്തിരി വാക്യങ്ങൾ എടുത്തില്ല. ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ന്റെ 15-ഉം 16-ഉം മാത്രം ഞാൻ എടുത്തുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് അനുവദിച്ചാൽ മുന്നിലുള്ള ആഴ്ചകളിൽ അടുത്ത വാക്യങ്ങൾ എടുക്കാം. പക്ഷേ പുതിയ നിയമത്തിൽ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മളെ ദൈവമെന്ന് വിളിച്ച വ്യക്തി, നമ്മൾ അവനെ കർത്താവായിട്ട് സ്വീകരിച്ചു. പക്ഷെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ജനനം ഉണ്ടായപ്പോൾ നമ്മളെ അവൻ മകനായിട്ടും മകളായിട്ടും വീണ്ടും ജനിപ്പിച്ചു. ഈ റിലേഷൻഷിപ്പിന് പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഈ റിലേഷൻഷിപ്പ് എങ്കിലും നമ്മളിൽ പലരും ഇപ്പോഴും നമ്മൾ അറിയാതെ ദൈവമേ എന്നാ വിളിക്കുന്നത്, കർത്താവേ എന്നാ വിളിക്കുന്നത്. അപ്പൊ ഇന്നൊരു പക്ഷേ ഇത് കേൾക്കുന്ന ചിലര് വേണേ ഇന്ന് പറയാൻ സാധിക്കും, അയ്യോ അപ്പൊ തോമസുട്ടി ബ്രദർ പുതിയൊരു ആശയം കൊണ്ടുവരികയാണോ? തോമസുട്ടി ബ്രദർ പറയുന്ന അപ്പൊ കർത്താവ് എന്ന് പറയുന്നത് തെറ്റാണോ? നോ. ദൈവമേ എന്ന് പറയുന്നത് തെറ്റാണോ? നോ. അപ്പ എന്ന് പറയണോ? യെസ്, പറയണോ. അതിന്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം, അതിന് ഉദാഹരണം പറയാം. ഒരു സ്ഥലത്തെ മുഖ്യമന്ത്രി അവിടുത്തെ റൂളിംഗ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെ അതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ തന്നെ ആ പ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രിയും കൂടിയാണ്. അപ്പോൾ തന്നെ തൻ്റെ മക്കൾക്ക് താൻ അപ്പനാണ്. അപ്പം ഈ കൃപ പോലും ദയവ് പോലും ഇത് പല ലെവലിലാ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന് മനസ്സിൽ വരുമ്പോൾ ഒരു ലെവൽ ഓഫ് ഒരു ദയവുണ്ട്, ഒരു കർത്തൃത്വം, അതായത് ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ നമ്മുടെ ഈ RC ഒക്കെ ചെയ്യാനായിട്ട് പഴയ വണ്ടികൾ അത് റെഡിയാക്കി കൊണ്ടുപോകുമ്പം ഇത് ഇൻസ്പെക്ട് ചെയ്യുന്ന ഇൻസ്പെക്ടറുണ്ട്. ആ ഇൻസ്പെക്ടറുടെ മുന്നിൽ ചിലർ പോയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കാണിക്കും, എല്ലാ സാധനവും കാണിച്ചു കഴിയുമ്പം സാർ ഇത് കണ്ടോ, സാർ ഇത് എഴുതിയിട്ടുണ്ട്, ഇത് ഇന്നടത്ത് നെയിം പ്ലേറ്റ് കറക്റ്റാണ്, പെയിന്റ് അടിച്ചിട്ടുണ്ട്, അങ്ങനെ അതിൻ്റെ കുറേ ക്ലോസസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റാന്ന് പറഞ്ഞ് സൈൻ ചെയ്യാനായിട്ട് പേപ്പർ നീട്ടുമ്പം എല്ലാം ശരിയായിരിക്കും. പക്ഷെ എല്ലാം ശരിയാണെന്ന് തോന്നുമ്പം അദ്ദേഹത്തിന് ഒരു ചെറിയ പണി കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് പറയും, ആ ലൈറ്റിന്റെ നടുക്ക് ഒരു സ്പോട്ട് വെക്കണമായിരുന്നു, അത് വെച്ചിട്ടില്ല, അത് പോയി വെച്ചിട്ട് വരാൻ പറയും. ഹല്ലേലൂയ. അപ്പൊ തന്നെ പൈസയൊന്നും ഇല്ലാതെ കുറെ കാര്യങ്ങൾ ശരിയാക്കി, കുറെ കാര്യങ്ങൾ ശരിയാക്കിയില്ല, ആ വ്യക്തിയും RC എടുക്കാൻ പോകും, അല്ലെ അതിനെ പെർമിറ്റ് എടുക്കാനായിട്ട് പോകും. അപ്പം പുള്ളിയുടെ കുറെ സാധനം ഇല്ല, പക്ഷെ ഒന്നും ഇല്ല എന്ന് പറയുമ്പം ആ പുള്ളി പയ്യെ തലയൊക്കെ ചൊറിഞ്ഞോണ്ട് പറയും, സാറേ വയറ്റിപ്പഴപ്പാ സാറേ എന്ന് പറയുമ്പം ആ ഇൻസ്പെക്ടർ സൈൻ ചെയ്തിട്ട് പറയും, എന്നാ പൊക്കോളം പറയും. മറ്റേ പുള്ളി എല്ലാം ചെയ്തു എന്നാ വന്നേ, പക്ഷെ അവിടെ ഹെഡ്ലൈറ്റിന്റെ നടുക്ക് ഒരു സ്റ്റിക്കർ വെക്കണം മോനെ, അത് നീ വെച്ചിട്ടില്ല, പൊക്കോളം പറഞ്ഞു.
അതുപോലെ തന്നെയാ ഈ യൗവനക്കാരൻ വന്ന് ചോദിച്ചപ്പോഴേ കൽപ്പനകളെല്ലാം ഞാൻ ആചരിക്കുന്നുണ്ട്, എല്ലാം റെഡി. കർത്താവ് പറഞ്ഞു ഒരു കുറവുകൂടെ ഉണ്ട് മോനെ, അതുകൂടെ റെഡിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. ദൈവമേ എന്ന് വിളിച്ചാൽ കുറവ് കാണിച്ചു തരും. കർത്താവേ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറയും. നോ, ഇപ്പൊ ഇതേ ഇൻസ്പെക്ടർ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇതേ ഇൻസ്പെക്ടർ തൻ്റെ മകൻ, തനിക്കൊരു വണ്ടിയുണ്ട്, പ്രായപൂർത്തിയായ മകനാന്നിരിക്കട്ടെ, ഒരു വണ്ടിയുണ്ട്, അതിനകത്ത് ഇതുപോലത്തെ പ്രോസസ്സിൽ കൂടെ പോലും അത് പോകത്തില്ല. അദ്ദേഹം പറയും മോനെ ഇതെല്ലാം റെഡിയാക്കി, അദ്ദേഹം തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് സൈൻ ഇട്ട് കൊടുക്കും. അവൻ ആ ക്യൂയിൽ പോലും വന്ന് നിൽക്കത്തില്ല. അതിൻ്റെ കാരണം എന്നാ, ബാക്കിയുള്ളവർക്കെല്ലാം അദ്ദേഹം ഇൻസ്പെക്ടറാണ്, പക്ഷെ ഈ വ്യക്തിക്ക് അവൻ അപ്പൻ. ഈ റിലേഷൻഷിപ്പ് നമ്മൾ അറിയുന്നതാണ് യേശു പറഞ്ഞേ, ഇങ്ങനെ നിങ്ങൾ എന്നെ ഒന്ന് അറിഞ്ഞാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആമേൻ, ആമേൻ. നമുക്കെപ്പോഴും ഇപ്പോഴും ദൈവത്തെ അപ്പനാണെന്നുള്ള ബോധ്യം. കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ മക്കളാണ്, പക്ഷെ ഞാൻ എന്ത് വിളിക്കുന്നു. അപ്പൊ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഞാനത് അതിലേക്ക് വരിക. ഇതിനകത്തൊരു റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് വരാത്തെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അവനെ കൈക്കൊണ്ട് അവനെ കൈക്കൊണ്ട് അഥവാ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ നോക്കിക്കോണേ, അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് യേശു പറയുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ചിലർക്ക് മാത്രമല്ല ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നാകാനാ? ഭക്തനാകാനല്ല അധികാരം കൊടുത്തത്, ശിഷ്യനാകാനല്ല അധികാരം കൊടുത്തത്, പിന്നെ എന്നാകാനാ? ദൈവ മക്കൾ ആകാനാണ് അധികാരം കൊടുത്തത്. പക്ഷെ ഓർത്തോണേ, ഇതൊരു അധികാരമാണ്. ഈ അധികാരം എനിക്ക് ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാതിരിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു മിനിസ്റ്ററുടെ മകനാന്ന് പറയുമ്പം ആ മകന്റെ ഒരു പ്രൗഢി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? തൻ്റെ അപ്പനാ മിനിസ്റ്റർ, പക്ഷെ താൻ മകനാണെന്നുള്ള ആ റിലേഷൻഷിപ്പില് അതൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അല്ല. എന്ത് വിലയും ഒരപ്പൻ കൊടുക്കും തൻ്റെ മകനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട്. എന്ത് വിലയും അപ്പൻ കൊടുക്കും തൻ്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ ഒരു ആഴത്തിലേക്ക് നമ്മൾ കടക്കുക. അടുത്ത് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും സ്നേഹമാണ്. പക്ഷേ എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും തോന്നുന്ന സ്നേഹം എനിക്കൊരിക്കലും നിങ്ങളോട് തോന്നത്തില്ല. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവര് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ they are so special. എനിക്ക് എല്ലാവരോടും സ്നേഹം, പക്ഷെ മക്കളോടുള്ള സ്നേഹത്തെ ഒരിക്കലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പം എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വെറും നുണയാണ്. എൻ്റെ മക്കളെ കരുതുന്ന അത്രയും നിങ്ങളെ ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാൽ അത് വെറും നുണയാണ്. നിങ്ങളത് പറഞ്ഞാലും അത് നുണയാണ്. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ബ്രദറിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നുണയാണ്. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ വേറെ ആരെയും സ്നേഹിക്കത്തില്ല. നോ, എന്നാൽ ഞാൻ ഈ ദൈവമക്കളാകാനുള്ള അധികാരം യേശു തന്നതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ പവർ എന്താണെന്നും ഉള്ളത് ഇപ്പൊ വായിക്കാൻ പോകുന്ന വാക്യത്തിൽ നമുക്ക് പിടികിട്ടും. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ഓർത്തോണേ, ദോഷികളായ
നമുക്ക് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ വേറൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. മക്കളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നോക്കിക്കോണേ, ഈ വാക്യത്തിന്റെ ആഴം എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഇപ്പം മനസ്സിലാക്കുക. ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ ശ്രദ്ധിച്ചോണേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ, അഥവാ പിതാവേ നീ പുത്രനെ സ്നേഹിക്കുന്നത് പോലെ വായിച്ചോ, അവരെയും സ്നേഹിക്കുന്നുവെന്ന്. സെക്കൻഡ് ക്വാളിറ്റി സ്നേഹം അല്ല. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ മക്കളല്ലാത്തവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ദൈവം പിതാവ് യേശുവിനെ സ്നേഹിച്ചതിന്റെ ഈക്വലന്റ് ആയിട്ടാണ് തോസുട്ടി ബ്രദറിനെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ പേരിട്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ അതുപോലെ യേശുവിനെ സ്നേഹിച്ചതിന്റെ സെയിം സ്നേഹം തന്നെ വെച്ചാ സ്നേഹിക്കുന്നത്. അപ്പം അതിനൊരു വ്യത്യാസമുണ്ട്. മകനല്ലാത്ത ഒരാളെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, മകളല്ലാത്ത ഒരാളെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സ്നേഹിക്കുന്നത്? മകനായതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്, മകളായതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ മുമ്പേ വായിച്ച യോഹന്നാൻ 1:12 വായിച്ചതുപോലെ ഇതൊരു അധികാരമാണ്. ഞാൻ മകനാണ്, ഞാൻ മകളാണെന്നുള്ളത് ഒരു അധികാരമാണ്. അതിനെ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു? ഓക്കെ, അതിനൊരു ഉദാഹരണം പറയാം. എത്ര പേര് TN ശേഷനെ ഓർക്കുന്നുണ്ട്? TN ശേഷനെ ഓർക്കുന്നവരൊരു കൈ ഉയർത്തി കാണിക്കാവോ? TN ശേഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കുന്നവരൊരു കൈ ഉയർത്തി കാണിക്കാവോ? ഓക്കെ, അദ്ദേഹം ആരായിരുന്നു? എനിക്കറിയാം. അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, TN ശേഷന്റെ മുന്നേ ഇരുന്ന ഇലക്ഷൻ കമ്മീഷണറെ നിങ്ങൾക്ക് അറിയാമോ? അതുപോലെ TN ശേഷൻ കഴിഞ്ഞിട്ട് വന്ന ഇലക്ഷൻ കമ്മീഷണറെ അറിയാമോ? പോട്ടെ, ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ പേരറിയാമോ? നമ്മൾ ഓർക്കുന്നില്ല. എന്നാ കാര്യം? TN ശേഷനെ നമ്മൾ ഓർത്തിരിക്കുക, ഇലക്ഷൻ കമ്മീഷണറാണെന്ന് ഓർത്തിരിക്കുക. എന്താ കാര്യം? ഇലക്ഷൻ കമ്മീഷണറുടെ അധികാരത്തെ താൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ യേശു നിങ്ങൾക്കും എനിക്കും കൈമാറിയിട്ട് പോയിരിക്കുന്നതാണ് മകൻ എന്ന അധികാരം, മകൾ എന്ന അധികാരം. അതിനെ ഉപയോഗിക്കുന്നവനെ ലോകം തിരിച്ചറിയും. അതിനെ ഉപയോഗിക്കുന്നവനെ ലോകത്തിന് കാണുമ്പോൾ മനസ്സിലാകും ഇവൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. ചിലരൊക്കെ ആമീൻ പറയുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഈ അധികാരം എനിക്ക് ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാതിരിക്കാം. പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നോക്കിയേ, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തില് 15-ാം അധ്യായത്തില് ഒരു ഉപമയുണ്ട്. മുടിയനായ പുത്രന്റെ ഉപമ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. നോക്കി, അവിടെ രണ്ടും പേരും മക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ എല്ലാം തകർത്ത ഒരു വ്യക്തി താൻ തിരിച്ച് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പാന്നാ വിളിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം വീട്ടിലൊന്ന് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ വായിക്കണം. തനിക്ക് എല്ലാം നഷ്ടമായി, പക്ഷെ താൻ ഒരൊറ്റ വിളിച്ചു, അപ്പ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. നോക്കിയാൽ ആ പുള്ളിക്ക് പുതിയ വസ്ത്രം കിട്ടി, മോതിരം കിട്ടി, ചെരുപ്പ് കിട്ടി, നല്ല ബീഫ് ബിരിയാണിയും കിട്ടി. ഓക്കെ, അതേ സ്ഥാനത്ത് ഈ മൂത്തപുത്രൻ നിങ്ങൾ വായിക്കുമെങ്കിൽ വീട്ടിൽ നിങ്ങൾ വായിച്ചാൽ മതി. 29-ാം വാക്യം പറയുക, തൻ്റെ അപ്പനോടാ സംസാരിക്കുന്നത്.
നിങ്ങൾ ആ 29, 30 വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കണം. അവിടെ ഒരിടത്തെങ്കിലും അപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് നോക്കി. ഒരിടത്തെങ്കിലും ആ ഉപമയില് മൂത്തപുത്രൻ അപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കി. ഒറ്റ വിളി പോലും തന്റെ വായിന്ന് വന്നിട്ടില്ല. മകനാണെന്ന ലേബിളിലാണ് ജീവിക്കുന്നത്. പക്ഷെ അപ്പ അത് വിളിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അപ്പ എന്നുള്ളത് വിളിക്കുന്നത് ഒരു പുത്രൻ കിട്ടിയ അധികാരത്തെ ഉപയോഗിക്കുമ്പോഴാണ് അവൻ അപ്പാന്ന് വിളിക്കുന്നത്. അവൻ അപ്പാന്ന് വിളിച്ചാൽ അവന് പുത്രന്റെ അനുഭവം ഉണ്ടാകും. ദൈവമേ എന്ന് വിളിക്കുന്നിടത്തോളം കാലം ഭക്തന്റെ അനുഭവം ഉണ്ടാകും. ഞാൻ വ്യത്യാസം നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ഡീപ്പായിട്ട് കാണിച്ചു തരാം. ആ വ്യക്തി ദുഃഖിതനായി വീടിന്റെ വെളിയിൽ നിൽക്കുക. പുള്ളി കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി. ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ നിനക്ക് ശുശ്രൂഷിച്ചു, ഇത് ചെയ്തു. പക്ഷെ വായിന്ന് ഒറ്റ വാക്ക് വരുന്നില്ല. അപ്പാ വിളിക്കാൻ പറ്റുന്നില്ല. മറ്റേ പുള്ളി ഒന്നും ചെയ്തില്ല. അപ്പാന്നൊറ്റ വിളി വിളിച്ചതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാവേ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കാണിച്ച ഒരു വലിയ സത്യമാണ്. രണ്ടാമത്തെ കാര്യമാണ്, ഞാൻ ഒന്ന് നന്നായാൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നന്നാകാതെ അനുഗ്രഹിക്കപ്പെടത്തില്ല. പക്ഷേ മകനാണോ മകളാണോ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നന്നാകേണ്ടിയ ചുമതല പിന്നെ നിങ്ങളുടേതല്ല, അത് അപ്പൻ ഏറ്റെടുക്കും. അപ്പന്റെ ഉത്തരവാദിത്തമായിരിക്കും നിന്നെ മെന്നെ. ഇപ്പൊ എൻ്റെ മോനെ എൻ്റെ മോളെ നന്നായിട്ട് നടത്തുന്നത് അവരുടെ ചുമതലയല്ല. അവര് നന്നാകാൻ ഞാൻ ചിലപ്പം പറയുകയൊക്കെ ചെയ്യും, പക്ഷേ ചുമതല എൻ്റേതായിരിക്കും. ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ടു എൻഷ്യൂർ ആ മക്കൾ നല്ല വഴിയിൽ നടക്കണമെന്ന്. അതുപോലെ തന്നെയാണ് ഈ ഇളയപുത്രന്റെ കാര്യത്തിൽ. ആ പിതാവ് ഏറ്റെടുത്തു റെസ്പോൺസിബിലിറ്റി. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാവേ. ഒരു വേശ്യയായ സ്ത്രീ പിടിക്കപ്പെട്ടു. അപ്പം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറയാണ്, ഇവളെ പിടിച്ചു, ശിക്ഷിക്കണം. പക്ഷെ യേശു ശിക്ഷിക്കുന്നവനല്ല, യേശു രക്ഷിക്കുന്നവനാ. അപ്പൊ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, കല്ലെറിയുന്നവർ പാവമില്ലാത്തവർ കല്ലെറിഞ്ഞോളാൻ പറയും. ആർക്കും കല്ലെറിയാൻ പറ്റിയില്ല. യേശു ആ സ്ത്രീയെ രക്ഷിച്ചു. രക്ഷകൻ രക്ഷിക്കും. പക്ഷേ നോക്കിക്കേ, അവിടെ ആ സ്ത്രീയോട് ചോദിച്ചു, ആരും നിന്നെ കല്ലെറിയാനില്ലെന്ന്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. യേശു നിവർന്ന് അവളോട്, അവരെവിടെ, ആര് ശിക്ഷ വിധിച്ചില്ലയോ എന്നൊന്നും ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല. എന്നാ പറഞ്ഞു? ഇല്ല കർത്താവേ. എന്നാ പറഞ്ഞു? ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു. അപ്പ യേശു എന്നാ മറുപടി പറഞ്ഞു? മോളെ, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, ഇതുവരെ ഉള്ളതെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇനി എന്നെ എഴുതണം. അപ്പൊ കർത്താവേന്ന് വിളിച്ച വേശ്യയോട് യേശു പറഞ്ഞു, നീ എന്നെ ഇപ്പൊ കർത്താവെന്ന് വിളിച്ചില്ലേ, ഞാൻ രക്ഷിച്ചു നിന്നെ, ഇതുവരെ ഉള്ളതെല്ലാം കലാശ് തീർന്നു. പക്ഷെ ഇനിയും നീ നോക്കണം, ബിക്കോസ് ഞാൻ കർത്താവാ. നീ നോക്കണം, നീ വേണം ഇനി പാവം ചെയ്യാതെ ഇരിക്കാൻ. അവിടെ അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ലൂക്കോസ് 15 വന്നേ. ലൂക്കോസ് 15 വന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, 30-ാം വാക്യത്തില് മൂത്തപുത്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇളയപുത്രന്റെ സർട്ടിഫിക്കറ്റാ, കേട്ടോട്ടെ. വായിച്ചേ. വേശ്യമാരുടെ കൂടെ നിന്റെ മുതൽ മൊത്തം തിന്നുകളഞ്ഞ് ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കും മതി. ഇപ്പൊ ഇദ്ദേഹം അപ്പാ തെറ്റിപ്പോയെന്ന് ഇദ്ദേഹവും പറഞ്ഞു. വേശ്യ സ്ത്രീ പറഞ്ഞു കർത്താവേ എന്ന് പറഞ്ഞു. വേശ്യ സ്ത്രീയോട് പറഞ്ഞു, ഇതുവരെയുള്ളതെല്ലാം ക്ഷമിച്ചു, ഇനി നീ നോക്കണം.
പക്ഷെ നിങ്ങൾ എവിടെയായാലും വായിച്ചു നോക്കിക്കേ, ഇളയ പുത്രനോട് അപ്പൻ പറഞ്ഞോന്ന് നോക്കിക്കേ, മോനെ ഇന്നലെ വരെയൊക്കെ നടന്നത് കൊള്ളാം, ഇനി ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കി. അതിന്റെ റീസൺ ഇതാണ്, വൺസ് നീ എന്നെ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിലേഷൻഷിപ്പാണ്. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിലേഷൻഷിപ്പില് നിനക്ക് തെറ്റു പറ്റിയാലും നിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കഴിവിൽ ഒതുങ്ങുന്ന ഒരു കാര്യത്തിൽ നിങ്ങളുടെ മക്കൾക്കൊരു തെറ്റ് പറ്റിയാൽ നിങ്ങൾ അവരെ രക്ഷിക്കുവോ ഇല്ലയോ? രക്ഷിക്കുമെന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തി വരല്ലേ. ഇനി നമ്മുടെ ചൊക്കി നിൽക്കാത്തതാണേലും നമ്മൾ വഴി കണ്ടെത്തും, ആരെ കൊണ്ടെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന്. അതാണ് വ്യത്യാസം. വൺസ് നീ അവനെ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏതറ്റവും അവൻ പോകും, നിന്നെ റെഡിയാക്കാനും, നിന്നെ രക്ഷിക്കാനും, നിന്നെ ഉയർത്താനും, നിന്റെ കാര്യങ്ങൾ നോക്കാനും. ഇളയ പുത്രന് ഒരൊറ്റ പ്രാർത്ഥന വിഷയമില്ല, പക്ഷെ അവൻ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവന്റെ ജീവിതത്തിൽ സംഭവിക്കുക. അവൻ വസ്ത്രം ചോദിച്ചില്ല, വസ്ത്രം കിട്ടി. അവൻ മോതിരം ചോദിച്ചില്ല, മോതിരം കിട്ടി. അവൻ ചെരുപ്പ് ചോദിച്ചില്ല, ചെരുപ്പ് കിട്ടി. അവൻ ബിരിയാണി ചോദിച്ചില്ല, ബിരിയാണി കിട്ടി. മാത്രമല്ല വാദ്യഘോഷങ്ങളോടെ കൂടെ നല്ല ഒരു ഓർക്കസ്ട്രയുടെ കൂടെയുള്ള ഒരു വിരുന്നും കൂടെ അവന് കിട്ടി. അപ്പോൾ തന്നെ ഒരൊറ്റ വാക്ക് അപ്പാന്ന് പറയാൻ മേലാത്തവൻ അവൻ ഇരുന്ന് പറയാ, എനിക്കൊരു ആട്ടിൻകുട്ടിയെ കിട്ടിയില്ല പറയുക. ആ വ്യക്തിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, 31-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. 31-ാമത്തെ വാക്യം. അതിനവൻ അവനോട്, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നീ എന്നെ അപ്പാന്ന് വിളിക്കുന്നില്ല, നീ എന്നെ അപ്പാന്ന് വിളിച്ചില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് നീ മകനാ. ഞാനൊരു കാര്യം പറയാം, യേശുവിനെ സംബന്ധിച്ച് നിങ്ങളും ഞാനും മക്കൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അവനെ അപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയാൽ അനുഭവങ്ങൾ മാറാൻ തുടങ്ങും. അപ്പനാണെന്നുള്ള ബോധ്യത്തോടെ നടക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാറാൻ തുടങ്ങും. നോക്കിക്കേ, അവിടെ പറയാ, നീ എൻ്റെ മകനാണേൽ, വായിച്ചേ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാവുന്നു. എന്ന് വെച്ചാൽ എന്റേത് എപ്പം വേണേലും നിനക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെ പറ്റുമോ ബ്രദറെ, എടുക്കാൻ പറ്റുമോ? എടുക്കുന്നവനാ മകൻ, എടുക്കുന്നവനാ മകൾ. ഹല്ലേലൂയ. ഞാൻ ഇപ്പൊ വായിക്കാൻ പോകുന്ന വാക്യത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എടുക്കുന്നവനാണ് മകൻ, എടുക്കുന്നവളാണ് മകൾ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി പേരെ സൗഖ്യമാക്കി, നിരവധി സൗഖ്യങ്ങൾ നടത്തി. പക്ഷേ ഒരു സൗഖ്യം മാത്രം ഒരാൾ യേശുവിന്റെ അടുക്കേന്ന് എടുത്തു. അതാണ് രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ. ബാക്കി എല്ലാ സൗഖ്യങ്ങളും യേശുവിനോട് ചോദിക്കുകയും യേശു തരികയും ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ യേശു മനസ്സലിഞ്ഞിട്ട് ചിലരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ യേശു സൗഖ്യം അങ്ങോട്ട് കൊടുക്കുക, പക്ഷെ ഒരൊറ്റ വ്യക്തി മാത്രം സൗഖ്യം ഇങ്ങോട്ട് എടുത്തു. അതാണ് രക്തസ്രാവക്കാരത്തി സ്ത്രീ. അവളെ യേശു എന്താ അഭിസംബോധന ചെയ്തതെന്നൊന്ന് വായിക്കുക, ശ്രദ്ധിച്ചോ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 9 and verse 22. ആയിരക്കണക്കിന് വ്യക്തികളെ യേശു സൗഖ്യമാക്കിയതാ, പക്ഷെ ഇവൾ സൗഖ്യം എടുത്തവളെ യേശു എന്ത് വിളിച്ചു നോക്കി വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. യേശു തിരിഞ്ഞ് അവളെ കണ്ട്, ഭക്തയെ ധൈര്യപ്പെടുക എന്നല്ല പറഞ്ഞേ, സ്ത്രീയെ ധൈര്യപ്പെടുക എന്നല്ല പറഞ്ഞേ, മകളെ നീ ധൈര്യപ്പെടുക. എന്താ കാര്യം എന്നറിയാവോ? നീ എൻ്റെ അടുക്കേന്ന് അടിച്ചു മാറ്റാനുള്ള കപ്പാസിറ്റി നിനക്ക് വന്നത് നീ മകളായതുകൊണ്ട്. ഹല്ലേലൂയ.
എടുത്ത് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് എടുക്കാനുള്ള റൈറ്റ് മകനും മകൾക്കും മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ വേറെ ഏതേലും സൗഖ്യത്തിൽ എവിടെയേലും യേശു ആരേലും മകളെ എന്ന് പറഞ്ഞു നോക്കി ഇല്ല. ഈ സ്ത്രീയെ തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, ഡോട്ടർ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എന്ന് വെച്ചാൽ നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ തന്നിട്ടേ കിട്ടത്തുള്ളൂ എന്ന് ഇവരെല്ലാം ചിന്തിക്കുമ്പോൾ നീ വിശ്വസിച്ചില്ല എൻ്റെ അടുക്കെന്ന് എടുക്കാമെന്ന്. എൻ്റെ അടുക്കേന്ന് എടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. ഈ അപ്പൻ അറിയാതെ എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ? ദൈവമേന്ന് വിളിച്ചാൽ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അപ്പാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ തെറ്റ് നടക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കുന്നത് ഞാനാണ്. എൻ്റെ മക്കളുടെ ജീവിതം ഏറ്റവും കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ ചേട്ടാ എൻ്റെ അപ്പനാ. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പം വേണേ പറയായിരിക്കും, ഇപ്പൊ നമ്മളെല്ലാം കർത്താവെന്നല്ലേ പറയുന്നത്, ദൈവമേ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥിച്ചാൽ എന്നാ തെറ്റ്? എല്ലാവരും അങ്ങനല്ലേ പറയും, എല്ലാവരും പറയുന്നുണ്ട്. എല്ലാ ഇലക്ഷൻ കമ്മീഷണർക്കും അധികാരമുണ്ട്. പക്ഷെ ശ്രീ ടി എൻ ശേഷൻ അത് ഉപയോഗിച്ചു. എല്ലാവർക്കും മക്കളാകാനുള്ള അധികാരം യേശു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നവന്റെ ജീവിതത്തിൽ അതിന്റെ അനുഭവം ഉണ്ടാകും. എൻ്റെ ഞാനൊരു കാര്യം പറയാം. ഞാനിത് പറയാം. യേശു ദൈവമാണോ? ദൈവമാണ്. യേശു കർത്താവാണോ? കർത്താവാ. യേശു രാജാവാണോ? രാജാവാ. പക്ഷെ തോസുട്ടി ബ്രദറിന്റെ പപ്പായ. ആമേൻ. സോ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ അല്ല അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. എന്തെന്നാൽ അവൻ അപ്പൻ, ഞാൻ മകനാണ്. എന്തെന്നാൽ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ എന്നെത്താൻ കൊടുക്കുന്ന ലെവലിൽ വേറെ ആരുടെയും ജീവിതത്തിൽ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ദൈവം എൻ്റെ അപ്പനാണെങ്കിൽ എന്നെ പണിയുന്നത് പോലെ വേറെ ആരെയും അവൻ പണിയത്തില്ല. എന്നെ ഉയർത്തുന്നത് പോലെ അവൻ വേറെ ആരെയും ഉയർത്തത്തില്ല. എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ അവൻ വേറെ ആരെയും അനുഗ്രഹിക്കത്തില്ല. ഭക്തനെ അനുഗ്രഹിക്കത്തില്ല, ശിഷ്യനെ അനുഗ്രഹിക്കത്തില്ല, മകനെ അനുഗ്രഹിക്കും, മകളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് ഈ സത്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ അപ്പനാ യേശു, എൻ്റെ അപ്പനാ യേശു. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, യേശുവിന്റെ അപ്പാകയാ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ അപ്പാകയാ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ അപ്പാകയാ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ അപ്പാകയാ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ അപ്പാകയാ ജീവൻ ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ അപ്പാകയാ ജീവൻ ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ അപ്പാകയാ ആരോഗ്യം ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ അപ്പാകയാ ആരോഗ്യം ഞാൻ അനുഭവിക്കുന്നു. സ്നേഹം സ്നേഹം സന്തോഷം സന്തോഷം ജീവൻ ജീവൻ ആരോഗ്യം ആരോഗ്യം സ്നേഹം സ്നേഹം സന്തോഷം സന്തോഷം ജീവൻ ജീവൻ ആരോഗ്യം ആരോഗ്യം സമൃദ്ധി സമൃദ്ധി എനിക്ക് മഹാസമൃദ്ധി സമൃദ്ധി എനിക്ക് സമൃദ്ധി സമൃദ്ധി എനിക്ക് മഹാസമൃദ്ധി സമൃദ്ധി എനിക്ക്. അത് പാടിയതിൻ്റെ റീസൺ എന്നാണെന്നറിയാവോ? യേശു അപ്പനായതുകൊണ്ട് അനുഗ്രഹം എൻ്റെ അനുഭവമായി തീരും. നിങ്ങളുടെ മക്കൾ
നിങ്ങളുടെ മക്കൾ നിങ്ങളോട് വന്ന് പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ നടത്തിച്ചു വരുന്നത്? അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. പ്രാർത്ഥന ഭക്തനേക്കാൾ, ശിഷ്യനേക്കാൾ, ദാസനേക്കാൾ ഏറ്റവും കൂടുതൽ ആവശ്യം മക്കൾക്കാ. പക്ഷെ ബാക്കി ഭക്തന്റെ പ്രാർത്ഥന, ശിഷ്യന്റെ പ്രാർത്ഥന എല്ലാം ആവശ്യങ്ങളാണെങ്കിൽ മക്കളുടെ പ്രാർത്ഥന ആവശ്യങ്ങളല്ല, അപ്പനോടുള്ള സംസർഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മക്കൾ എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് ഞാൻ വെളിയിൽ പോയിട്ട് വരുമ്പം വീട്ടിൽ നടന്ന മുഴുവൻ വിവരവും എന്നെ പറഞ്ഞു കേൾപ്പിക്കും. അപ്പ ഇന്ന് വേണ്ട ഇങ്ങനെ ചെയ്തു, അമ്മ ഇന്നത് ചെയ്തു, ചേച്ചി ഇന്നത് ചെയ്തു, അവള് പറയും ജോഷു ഇങ്ങനെ ചെയ്തു. അവര് മുഴുവൻ വിവരങ്ങളും എന്നോട് സംസാരിക്കുന്നതാണ്. അപ്പനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രാർത്ഥന. മക്കൾ അപ്പനോട് ഏത് നേരവും എനിക്ക് ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, എനിക്ക് ഇത് തരാമോ അത് തരാമോ എന്ന് ചോദിക്കാറില്ല. എന്തെന്നാൽ അവർക്കറിയാം തക്ക സമയത്ത് അവർക്ക് ആവശ്യമായത് മുഴുവൻ കാര്യവും തക്ക സമയത്ത് തന്നിരിക്കും. ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഈ വചനം ഇന്ന് ചിലരെ ഫ്രീ ആക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ എന്റെ കാര്യം എന്നായി തീരാൻ പോവുകയാണോ? ഞാൻ എന്നായി തീരാൻ പോവുകയാണോ? ദൈവം എന്നാണോ ചെയ്യുന്നത്? ദൈവം ചെയ്യുന്നത് നീ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ദൈവം നിന്റെ അപ്പനാണെന്നുള്ള തിരിച്ചറിവ്, നീ മകനും മകളും ആക്കാനുള്ള അധികാരം നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നീ ഉപയോഗിക്കാൻ റെഡിയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, ഈ ലോക്ക്ഡൗൺ പീരീഡ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയുടെ പീരീഡ് ആയിരിക്കും, ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പീരീഡ് ആയിരിക്കും. ഈ തിരിച്ചറിവ് നിന്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം, ഇരുന്ന് എഴുന്നേൽക്കുന്നത് പോലെയുള്ള മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നിന്നെ പിന്നെ ഒന്നിനും തൊടാൻ സാധിക്കത്തില്ല, ഒരാശങ്കയ്ക്കും നിന്നെ പിടിക്കാൻ സാധിക്കത്തില്ല, ഒരു നെഗറ്റീവ് ന്യൂസിനും നിന്നെ പിടിക്കാൻ സാധിക്കത്തില്ല. ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ. ആയിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ ഞാൻ അവന്റെ മകളാ, ഞാൻ അവന്റെ മകളാ, ഞാൻ യേശുവിന്റെ മകനാ, ഞാൻ യേശുവിന്റെ മകളാ. എന്റെ തലയിലെ ഒരു രോമം പോലും താഴെ വീഴാൻ എന്റെ അപ്പൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. നിങ്ങൾക്കറിയാവോ, ഏറ്റവും വലിയ ക്ഷാമം ഉണ്ടായപ്പോഴാണ് മുടിയനായ പുത്രൻ ഈ സുബോധം ഉണ്ടായത്. അവന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരൊറ്റ കാര്യം തിരിച്ചറിഞ്ഞു, എനിക്കൊരു വലിയ അപ്പനുണ്ട്, വലിയൊരു അപ്പനുണ്ട്, വലിയൊരു അപ്പനുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് എന്റെ പ്രസംഗത്തെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കരുത്, ദൈവമെന്ന് വിളിച്ചാൽ തെറ്റാണോ, അസാവെന്ന് വിളിച്ചാൽ തെറ്റാണോ? വിളിച്ചോ. ദൈവമേ എന്ന് വിളിക്കുമ്പം പറയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. ബിക്കോസ് യുവർ റിലേഷൻഷിപ്പ് ദൈവവും ഭക്തനും എന്നുള്ള റിലേഷൻഷിപ്പാണ്. കർത്താവെ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് പറയും ഓക്കെ, വെരി ഫൈൻ, ഡൺ. ഈവൻ ആ വേശ്യായ സ്ത്രീയെ നോക്കിക്കേ, ആരും എന്നെ ശിക്ഷിച്ചില്ല കർത്താവെ. യേശു പറഞ്ഞു ഓക്കെ, ഞാനും ശിക്ഷിക്കുന്നില്ല, പൊക്കോ, പക്ഷെ ഇനി നീ പാവം ചെയ്യാതിരുന്നോണം. പക്ഷേ ഇളയപുത്രൻ വന്നു, അപ്പാ തെറ്റിപ്പോയപ്പാ, എന്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയപ്പാ, എനിക്ക് ഇനി രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല, നീ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ഒരൊറ്റ വാക്കാ മകനോട് ആ അപ്പം പറഞ്ഞോ, മോനെ നാളെ തൊട്ട് നീ റെഡി ആയില്ലേ, നിനക്ക് ഞാൻ ഭക്ഷണം തരത്തില്ല, നിന്നെ ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞോ? നോ. എപ്പം നീ എന്നെ അപ്പനെന്ന് വിളിച്ചോ, ഇനി നിന്നെ നന്നാക്കുന്ന ചുമതല എന്റേതാ, ഇനി നിന്നെ നന്നാക്കുന്ന ചുമതല എന്റേതാ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ചിലർ എന്നെ കേൾക്കുന്നവർ ഈ പലരും പല പ്രയാസങ്ങളിൽ, പല സങ്കല്പ കോട്ടകളിൽ, അയ്യോ എനിക്ക് ഇങ്ങനെ തെറ്റുപറ്റുന്നു, അങ്ങനെ തെറ്റുപറ്റുന്നു, അയ്യോ, ഇന്ന് ഓടിവാ, അപ്പന്റെ അടുത്തോട്ട് ഓടിവാ. അപ്പന്റെ അടുത്ത് വന്നിട്ട് പറയാം, അപ്പാ എനിക്ക് നീ മാത്രമേ ഉള്ളെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞു നോക്കിക്കേ. ഞാനൊരു കാര്യം പറയാം, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ട്രാക്കും മാറുവാനായിട്ട് തുടങ്ങും, മുഴുവൻ ട്രാക്കും മാറാനായിട്ട് തുടങ്ങും. ഞാൻ അടിവരയിട്ട് പറയാം, ആ മകന്റെ ജീവിതത്തിൽ ആ ക്ഷാമം ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ, ഇന്ന് ഈ സന്ദേശം ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, യേശു എൻ്റെ അപ്പനാ, ഞാൻ അവന്റെ മകനാ, അപ്പാ എന്നൊന്നൊരു വിളി മതി, ഒരു വിളി മതി. ബാക്കി മുഴുവൻ കാര്യങ്ങളുടെ ചുമതല അവൻ ഏറ്റെടുക്കും. നീ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ മൂത്ത പുത്രനോട് പറഞ്ഞു, മോനെ നീ എടുത്തോളാൻ പറഞ്ഞു. ഒരൊറ്റ കാര്യം പോലും ചോദിക്കാത്ത ഇളയ പുത്രനെ അങ്ങ് അനുഗ്രഹിച്ചു.
ചോദിക്കാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചു. ഈ സന്ദേശം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവാം. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവാം. എന്നോട് പരിശുദ്ധാത്മാവ് പറയാ, ഇന്ന് ഈ സന്ദേശത്തെ ഏറ്റെടുത്ത് ഈ നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം വരണം പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പോകുന്നത്. തന്നെ സ്വീകരിച്ച് തന്റെ നാമത്തെ കൈക്കൊണ്ട ഏവർക്കും മക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അധികാരത്തെ ഉപയോഗിക്കണം. വീട്ടിലുള്ള അപ്പുറത്തുള്ള 2-3 പേർക്കൊക്കെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, മകനാണെന്നുള്ള അധികാരം ഉപയോഗിക്കണം, മകളാണെന്നുള്ള അധികാരം ഉപയോഗിക്കണം. ആ അധികാരത്തെ ഉപയോഗിക്കണം. വി ഹാവ് ടു യൂസ് ഇറ്റ്. 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 ആ അധികാരത്തെ ഉപയോഗിക്കണം. ഒരു അധികാരം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മകനാണെന്നുള്ള അധികാരം, ഞാൻ മകളാണെന്നുള്ള അധികാരം. ഇതെന്നോട് കർത്താവ് പറയുന്നത് ഞാൻ പറയട്ടെ, ഈ സന്ദേശം ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിനക്ക് ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും. നിനക്ക് കൈവിടാൻ സാധിക്കത്തില്ല, പറ്റത്തില്ല ബ്രദറെ, എനിക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാൻ ഒരു മോചനമില്ല എന്ന് പറയുന്ന ആരോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പാന്നവനെ ഒന്ന് വിളിച്ചേ, നിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. എല്ലാവരും കൈകൾ ഉയർത്തിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കൈകൾ ഉയർത്തിക്കുക, പ്രാർത്ഥിക്കാൻ പോവുക. കൈകൾ ഉയർത്തിക്കുക, പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് അവനെ അപ്പാന്നൊന്ന് വിളിക്കാവോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് അപ്പാന്നൊന്ന് വിളിക്കാവോ? അപ്പാന്നൊന്ന് വിളിക്കാവോ? അവൻ അപ്പാന്ന് വിളിക്കാത്ത മൂത്ത പുത്രനെയും അവൻ മകനെന്നാ വിളിച്ചേ. ഇന്ന് തോസുട്ടി ബ്രദർ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാലും യേശു വിളിക്കുമ്പം മകനെന്നേ വിളിക്കത്തുള്ളൂ, മോനെന്നേ വിളിക്കത്തുള്ളൂ, നിന്നെ മോളെന്നേ വിളിക്കത്തുള്ളൂ. അവൻ അതല്ലാതെ വിളിക്കാൻ അറിയത്തില്ല. പക്ഷെ നിനക്കൊരു രഹസ്യം പറഞ്ഞു തരാം. മകനാകാനുള്ള അധികാരം, മകളാകാനുള്ള അധികാരം നിന്റെ കൈ തന്നിരിക്കുക. അതിനെ നീ ഉപയോഗിക്കാൻ റെഡിയാണെങ്കിൽ, ആ ഇളയ പുത്രൻ അതിനെ ഉപയോഗിച്ചു. അപ്പാന്ന് വിളിച്ച് മകന്റെ അധികാരത്തെ ഉപയോഗിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ ആ രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ, ബാക്കി എല്ലാവരെയും യേശു സൗഖ്യം കൊടുക്കുകയായിരുന്നു. അവള് വന്നിട്ട് സൗഖ്യം അങ്ങ് എടുത്തു. സൗഖ്യം എടുത്ത ഉടനെ പറഞ്ഞു, നീ എൻ്റെ മകളാ. ബിക്കോസ് എൻ്റെ മകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, എൻ്റെ മകന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കുന്ന ഭക്തന്മാര് 1000കണക്കിന് നാട്ടിൽ കാണും. പക്ഷേ ചോദിക്കാതെ അപ്പന്റെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള പുത്രന്മാർ വളരെ ചുരുക്കമേ ഉള്ളൂ. ഇന്ന് ഈ സന്ദേശം നീ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സംതിങ് ഓസം ഇസ് ഹാപ്പനിങ്. ആ സ്ഥലങ്ങളിലെല്ലാം, കേൾക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കുക, വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. എത്ര പേര് പറയും, യേശു എൻ്റെ അപ്പായ, യേശു എൻ്റെ അപ്പായ? യെസ്, നാട്ടുകാർക്ക് അവൻ ദൈവമാണ്, നാട്ടുകാർക്ക് അവൻ കർത്താവാ, നാട്ടുകാർക്ക് അവൻ രാജാവാ. പക്ഷെ എൻ്റെ അപ്പായ, ഇതെല്ലാം സത്യമാണ്. പക്ഷെ എൻ്റെ അപ്പ